ഇന്ന് എനിക്ക് രാവിലെ കിട്ടിയ ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ ഡെയിലി ബ്രെഡിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് യേശു ക്രിസ്തു ശ്രേഷ്ഠനായ വലിയ ഒരു പ്രൊമോട്ടറാണ്. My dear brethren, I would like to share the daily bread that I got today. That is, Jesus Christ is a great promoter. मैं परमेश्वर से जो मुझे वचन मिला था डेली ब्रेड रोज की रोटी के रूप में, वो आपके साथ बांटना चाहता हूँ. और उसका शीर्षक ऐसा है, प्रभु यीशु मसीह ऊंचा करने वाला है. മണി എന്ന മാസ്റ്ററിനാൽ തിരിയപ്പെടുന്ന ജനത്തിന്റെ അടുക്കൽ വന്ന് യേശു ക്രിസ്തു ദൈവം എന്നൊരു മാസ്റ്ററുണ്ട്. ആ മാസ്റ്ററാൽ നിങ്ങൾ തിരിയപ്പെടുവാൻ തക്കവണ്ണം നിങ്ങൾ ആദ്യം അതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ തക്കവണ്ണം പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രൊഡക്റ്റ് തൻ്റെ അപ്പനെ ഏൽപ്പിച്ച ആ സന്ദേശം അപ്പനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്യുകയാണ് ഈ ജനത്തിന്റെ ഇടയിലേക്ക്. Jesus Christ is promoting that product which was given to him by Father to the people that are controlled by money, that you have a master that is God himself who is well aware of your need. धन के द्वारा नियंत्रित किए जाने वाले लोगों से प्रभु यीशु मसीह बताता है, परमेश्वर ऐसा एक स्वामी है और तुम इस परमेश्वर के अधीन में हो जाओ. तो वह उसके बारे में यीशु मसीह अपने परमेश्वर को ऊंचा कर रहा है. യേശുവിന്റെ പ്രൊമോട്ടിംഗ് മെത്തേഡ് ശ്രദ്ധിക്കുക. യേശുക്രിസ്തുവിന്റെ കമ്പാരിസൺ കണ്ടോ? ആഹാരത്തെക്കാൾ ജീവൻ ശ്രേഷ്ഠമാണ്. ആഹാരം തരുന്നത് നിന്റെ മണി കൊണ്ടാണ് നീ ആഹാരം മേടിക്കണം അല്ലേ? പക്ഷേ മണി കൊണ്ട് ജീവൻ മേടിക്കാൻ പറ്റുമോ? ആഹാരം മണിയാ തരുന്നെങ്കിൽ ജീവൻ തരുന്നത് എന്റെ അപ്പനാ. രണ്ട് യജമാനന്മാർ. ഉടുപ്പിനേക്കാൾ ശരീരവും. ഉടുപ്പ് മണിയാ തരുന്നത്, പക്ഷെ ശരീരം തരുന്നതോ എന്റെ അപ്പനാ. He says life is more than food, and life cannot be given by food. Life is given by God, and body is more important than raiment, and raiment is for body, body is not for raiment. और यीशु मसीह ये भी कहता है, प्राण भोजन से और शरीर वस्त्र से बढ़कर नहीं. तो यहाँ पर हमें यह समझना है कि प्राण देता है, हमें भोजन मिलता है पैसे से, धन से, लेकिन प्राण परमेश्वर से आता है. वस्त्र हम धन से पा सकते हैं, लेकिन शरीर परमेश्वर का देन है. ഇനി നേരെ ആകാശത്തിലേക്ക് നോക്കിയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പോവാണ്. ആകാശത്തിലേക്ക് നോക്കിയിട്ട് പ്രൊമോട്ട് ചെയ്യണത് എങ്ങനെയാണ്? ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ. അപ്പൊ നമ്മൾ അങ്ങോട്ട് നോക്കണം. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വെക്കുന്നതും ഇല്ല. എങ്കിലും പ്രൊമോട്ട് ചെയ്യുന്ന രീതി നോക്കിയോ? എങ്കിലും നിങ്ങളുടെ അപ്പൻ, ഇവൻ യേശു തന്റെ അപ്പൻ എന്ന് കൂടി പറയണില്ല, യേശുവിന്റെ അപ്പനാണെങ്കിൽ പോലും. എന്നിട്ട് യേശു പറയാണ്, എങ്കിലും നിങ്ങളുടെ അപ്പൻ അവയെ പോറ്റുന്നു. അപ്പൊ നിങ്ങളുടെ അപ്പൻ ആരെ പോറ്റുന്നത്? അവയെ പോറ്റുന്നു. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ സങ്കല്പിച്ചേ, ഒരു കൊച്ചു കുഞ്ഞ് നിന്ന് കരയുകയാ വീട്ടില്. കരയുന്നതിന്റെ ഉദ്ദേശം, മമ്മി ഇന്ന് എനിക്ക് പാല് തരൂ എന്ന് പറഞ്ഞ കരയണേ. അപ്പോ അവിടെ കണ്ടു നിൽക്കുന്ന മൂത്ത പൈതല് പറയാണ്, നോക്കിയേ, കൊക്ക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കോഴിക്ക് ആരാ ഫുഡ് കൊടുത്തേ? മോളെ, നിന്റെ മമ്മി അല്ലെങ്കിൽ നിന്റെ അപ്പൻ. അവിടെ ആ പശുവിന് ആരാ വൈക്കലിട്ട് കൊടുത്തേ? നിന്റെ മമ്മി അല്ലെങ്കിൽ നിന്റെ അപ്പൻ. അങ്ങനെ നിന്റെ മമ്മി അല്ലെങ്കിൽ നിന്റെ അപ്പൻ ഈ കൊക്കോ പറയുന്ന കോഴിക്കും അവിടെ കിടന്ന തൊഴുത്തിലിരിക്കുന്ന പശുവിനും പുല്ല് കൊടുക്കുന്നുവെങ്കിൽ, ഭക്ഷണം കൊടുക്കുന്നുവെങ്കിൽ നിനക്ക് എത്ര അധികമായിട്ട് തരും എന്നാ യേശു ചോദിക്കണേ. ആ പ്രൊമോട്ടറുടെ രീതി കണ്ടോ? Jesus here is changing his promoting strategy. Now he asks us to look at the birds of the heaven, that they sow not, neither do they reap, nor gather into barns, and your heavenly Father feed them. Are not here of much more value than they. फिर प्रभु यीशु मसीह कहता है, आकाश के पक्षियों को देखो, वे न तो बोते हैं, न काटते हैं और न खतों में बटोरते हैं, फिर भी तुम्हारा स्वर्गीय पिता उनको खिलाता है. क्या तुम उनसे अधिक मूल्य नहीं रखते? यीशु मसीह उन्हें समझाता है कि अगर जैसे छोटा बच्चा रोता है कि क्या मुझे आज दूध मिलेगा कि नहीं, तो उस बच्चे का बड़ा भाई या बहन होगा तो वो कहता है उससे कि देख, मुर्गी को, बाहर मुर्गा है तो उस मुर्गी को आज किसने दाना दिया, या गाय है तो गौशाला में उसको किसने भूसा दिया, तेरे माता या पिता ने दिया, तो तुझे कितना अधिक क्यों नहीं देगा. इसी प्रकार यीशु उन्हें बता रहा है. ഇവിടെ നമ്മൾ ഇത് യേശുക്രിസ്തുവിന്റെ ആ പ്രൊമോഷൻ മെത്തേഡാണ്. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ ഈ പുല്ലിനെ, ഈ താമരയെ ദൈവം ഇത്രത്തോളം ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്ര അധികമായി ചമയിക്കണം. കാരണം നിങ്ങൾ ഇന്നുണ്ടായിട്ട് നാളെ കളയേണ്ടതല്ല,
ഇന്ന് പരീക്ഷിക്കപ്പെട്ടിട്ട് നാളെ നിത്യമായി ഉപയോഗിക്കേണ്ടതാ. But if God doth so clothe the grass of the field, which today is and tomorrow is cast into the oven, shall he not much more clothe you, O you of little faith? फिर यीशु मसीह कहता है उनसे, इसलिए जब परमेश्वर मैदान की घास को जो आज है और कल भाड़ में झोंकी जाएगी ऐसा वस्त्र पहनाता है, तो है अल्पविश्वासियों, तुमको वह इनसे बढ़कर क्यों न पहनाएगा? क्योंकि हमें आज रहकर और कल नाश नहीं होना है, आज परीक्षा होकर कल हमें हमेशा के लिए परमेश्वर के साथ में रखना है. യേശുക്രിസ്തുവിന്റെ 31-ാമത്തെ വാക്യത്തിൽ പറയാണ്, ആകയാൽ പണത്താൽ ലഭ്യമാകുന്ന, ഞാൻ കൂട്ടിച്ചേർത്താണ്, എന്തു തിന്നും എന്തു കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ആങ്ഷ്യസ് ആകരുത്, ചിന്തിക്കരുതെന്നല്ല, ആങ്ഷ്യസ് ആകരുത്. ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. കമ്പയർ ചെയ്യാണ്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്. ഇവൻ യേശുവിന്റെ പിതാവെന്നും കൂടി അല്ല പറയണേ, ആണെങ്കിൽ പോലും സ്വർഗസ്ഥനായ, എന്തിനാ ഇത് പറയണേ? നിങ്ങൾക്കൊരപ്പനുണ്ടെന്ന്, പ്രതിത്വം നൽകിയവനുണ്ടെന്ന്, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവനുണ്ടെന്ന്, നിങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നവനുണ്ടെന്ന്. ഹല്ലേലൂയ. എങ്കിലും നിങ്ങളുടെ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. Verse 31 says, Be not therefore anxious, saying, What shall we eat? Or what shall we drink? Or whatever shall we be clothed? For after all these things do the Gentiles seek. For your heavenly Father knoweth that ye have need of all these things. इसलिए 31वें आयत में लिखा है, इसलिए तुम चिंता करके यह न कहना, यानी कि तुम व्याकुल न होना कि हम क्या खाएंगे, क्या पिएंगे, क्या पहनेंगे, क्योंकि तुम्हारा पिता इन वस्तुओं के बारे में बहुत जानता है. യേശു കൺക്ലൂഡ് ചെയ്യുകയാണ് തന്റെ പ്രൊമോഷൻ. അതുകൊണ്ട് മുമ്പേ അവന്റെ രാജ്യവും, ഏത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മാസ്റ്ററുടെ രാജ്യം, അതാരാണ്? സ്വർഗസ്ഥനായ നിങ്ങളുടെ എന്റെ പിതാവിന്റെ രാജ്യവും അവിടുത്തെ നിയമങ്ങളും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ പണം നിനക്ക് തരുന്ന എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും അതും കൂടെ ചേർത്ത് നൽകപ്പെടും. Jesus is continuing in promoting his product here. He says that, but seek ye first his kingdom and his righteousness, and all these things shall be added unto you. इसलिए प्रभु यीशु मसीह अपना प्रमोशन का समाप्ति में ऐसा कहता है, इसलिए पहले तुम परमेश्वर के राज्य और उसके नियमों यानी कि उसके धर्म की खोज करो, तो ये सब वस्तुएं जो कि धन से हमें प्राप्ति होती है तुम्हें मिल जाएंगी. അപ്പൊ നമ്മളും ആരെ പ്രൊമോട്ട് ചെയ്യണവരായിരിക്കണം? യേശുവെ അറിയിച്ച് യേശു ആരെ പ്രൊമോട്ട് ചെയ്തുവോ ആ വ്യക്തിത്വത്തിൽ നമ്മളും പ്രൊമോട്ട് ചെയ്യണം. ഹല്ലേലൂയ. യേശു ഏത് കിങ്ഡം പ്രൊമോട്ട് ചെയ്തുവോ ആ ദൈവത്തിന്റെ കിങ്ഡം നമ്മളും പ്രൊമോട്ട് ചെയ്യണം, യേശുവെ പോലെ. Just as Jesus promoted the kingdom and his Father, we are also supposed to let Jesus known as well as his Father's kingdom and Father. तो जिस प्रकार प्रभु यीशु मसीह ने अपने पिता परमेश्वर को ऊंचा किया या प्रमोट किया, हमें भी उसी तरह से होना है. परमेश्वर उसके राज्य को प्रमोट करना है. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ പിതാവിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ഹോളിൽ ശബ്ദ കാഴ്ചപ്രതിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. Grace and peace from God our Father and the Lord Jesus Christ be unto all of you. परमेश्वर की स्तुति हो, पिता परमेश्वर और उसके पुत्र प्रभु यीशु मसीह के नाम से आप सभी को जो इस हॉल में उपस्थित है और जो हमें सुन और देख रहे हैं व्यक्त करना चाहते हैं. പ്രിയ സഹോദരങ്ങളെ, ഒരല്പസമയം നിങ്ങളുടെ മുൻപിൽ ഇന്ന് എനിക്ക് രാവിലെ കിട്ടിയ ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ ഡെയിലി ബ്രെഡിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് യേശു ക്രിസ്തു ശ്രേഷ്ഠനായ വലിയ ഒരു പ്രൊമോട്ടറാണ്. My dear brethren, I would like to share the daily bread that I got today. That is, Jesus Christ is a great promoter. मैं परमेश्वर से जो मुझे वचन मिला था डेली ब्रेड रोज की रोटी के रूप में, वो आपके साथ बांटना चाहता हूँ. और उसका शीर्षक ऐसा है, प्रभु यीशु मसीह ऊंचा करने वाला है. നിങ്ങൾ പ്രൊമോട്ടർമാരെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ന് രാവിലെ ഞാൻ
കിച്ചൻ്റെ സൈഡിലായിരിക്കുമ്പോൾ ആരോ സാറേ സാറേ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത്ര അത് ഗവനിച്ചില്ല, ഇത് ആരാ എവിടെ നിന്നാ കിച്ചൻ്റെ സൈഡ്, സാധാരണ ആരും അവിടെ വരാറില്ല. ഞാൻ വീണ്ടും കുറച്ച് നേരം അവിടെ കണ്ടിന്യൂ ചെയ്തു. അപ്പോഴാണ് വീണ്ടും ആ വിളി വരുന്നത്. സാറേ സാറേ എന്ന് പറഞ്ഞ് കിച്ചൻ്റെ അടുത്തേക്കായ ആ വിളി. Today when I was in the kitchen, I heard a voice calling me that, sir, sir. And I was in the kitchen and I heard this calling. आज सवेरे को मैं अपने घर में रसोई घर में किचन में था, तब उसके पास में था, तो ऐसी मैंने आवाज़ सुनी, साहब साहब। तो मैंने इतना ध्यान नहीं दिया, लेकिन फिर भी थोड़े समय बाद वापस वो मुझको लगा पास आता है और साहब साहब ऐसे आवाज़ मैंने सुना. ഞാൻ തുടർന്ന് അടുക്കളയുടെ വാതിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കണ്ടത് ഒരു കൂട്ടം രാഷ്ട്രീയ പ്രവർത്തകരാണ് വന്നേക്കണേ അടുക്കളയിൽ കൂടെ ഒക്കെ. നോക്കിയപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറുണ്ട്. അവർ വന്നിട്ട് ഒരു കൂട്ടം നോട്ടീസ് എൻ്റെ കയ്യിലേക്ക് വന്നു. അപ്പോഴെനിക്ക് മനസ്സിലായ CPM അല്ലേ, CPM എന്നല്ലേ, CPM രാഷ്ട്രീയ പാർട്ടിയുടെ പ്രൊമോട്ടേഴ്സാണ് അവർ. അവരുടെ രാഷ്ട്രീയ പാർട്ടിയെ പ്രൊമോട്ട് ചെയ്യാനും മാത്രമല്ല അവരുടെ ഒരു സ്ഥാനാർത്ഥിയുണ്ട്, ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ, അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവർ വന്നതാണ്. മാത്രമല്ല പറഞ്ഞിട്ട് പോയി ഒരു വലിയൊരു തുക സംഭാവനയും കൂടെ തരണം എന്ന് അവർ പറഞ്ഞിട്ട് പോയി. So when I turned back, I found they were the promoters of CPM party, including the member of Panchayat was also there, and their purpose was to promote the candidate who is competing in this election, and they also asked for some monetary fund from my side. फिर जब मैं किचन के दरवाजे के पास गया तो मैंने देखा वहाँ पर एक झुंड लोग हैं और वे CPM पार्टी के जो है कार्यकर्ता या CPM पार्टी के लिए वो ये लोग कैंपेन करने के लिए आए थे. तो उन्होंने कहा कि आपका सहयोग हमें चाहिए और आपकी तरफ से एक अच्छा हमें कंट्रीब्यूशन भी दिलाइए. ऐसे ഇതേപോലെ തന്നെ ഈ പലപ്പോഴും പല പ്രോഡക്റ്റിൻ്റെ വക്താക്കൾ ഫോണിലൂടെ വാട്സപ്പിലൂടെ ഒക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഒന്നില്ലെങ്കിൽ ഒരു വണ്ടിയെ, കാറ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കാം, അല്ല എങ്കിൽ മറ്റ് ഏതെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ, മൊബൈൽ ഫോണോ മറ്റ്, അല്ലെങ്കിൽ ഈവൻ ചില ലോണുകൾ പോലും നമ്മൾ എടുക്കുവാൻ വേണ്ടി ടെലിഫോണിലും വാട്സപ്പിലും ഒക്കെ നമ്മളെ ആളുകൾ വിളിക്കാറുണ്ട്. അവരെന്താ ചെയ്യുന്നത്? അവരുടെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുകയാണ്, മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ്, അവരുടെ ഹൃദയങ്ങളിൽ അതിനൊരു നല്ല ഒരു പേര് ഉണ്ടാക്കിയെടുക്കുകയാണ്. Similarly, we often get calls from many call centers where the promoters are calling us to promote certain products such as mobile phone or vehicles, or even they are willing to provide us some financial loan. और हम देखते हैं कि ऐसे अलग अलग माध्यमों से, जैसे कि व्हाट्सएप हुआ, फ़ोन कॉल हुआ, मैसेज हुआ, और ये माध्यमों से लोग अलग अलग साधनों का, प्रोडक्ट्स को जिसके हम इस्तेमाल करते, फ़ोन हुआ या और कुछ गाड़ी हुई, या फिर इवन लोन के लिए भी हमारे पास आते हैं और उस साधनों के विषय में हमारे मन में एक अच्छी विचार, एक अच्छा इम्प्रेशन दिलाने की कोशिश करते हैं. ഇതേപോലെ തന്നെ യേശു ക്രിസ്തു ഒരു പ്രൊമോട്ടറാണ്. എന്തായിരുന്നു യേശു ക്രിസ്തു പ്രൊമോട്ട് ചെയ്തിരുന്നത്? Similarly, Jesus Christ was also a promoter. What Jesus Christ was promoting us to? इसी प्रकार यीशु मसीह भी था. यीशु मसीह ने किस बात को ऊंचा किया? ഇതേപോലെ നമ്മളും യേശുവിനെ പോലെ പ്രൊമോട്ടേഴ്സ് ആയിരിക്കണം. നമ്മൾ എന്തിനെയാണ്, ആരെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്? As Jesus was a promoter, we are also supposed to be promoters. And what should we promote and whom we should promote? इसी प्रकार से हमें भी यीशु मसीह के जैसे होने चाहिए. हमें किसे या किस बात को ऊंचा करना है, किस बात का प्रभाव लाना है.
ധാരാളം ഭാഗങ്ങൾ ബൈബിളിൽ ഉണ്ടെങ്കിലും നമുക്കൊരു ചെറിയൊരു ഭാഗം മാത്രം വായിച്ച യേശു ക്രിസ്തു ആരെയാണ് പ്രൊമോട്ട് ചെയ്തിരുന്നത്, നമ്മളും യേശുവിനെ പോലെ ആരെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടതെന്ന് നമുക്കിതിലൂടെ കാണുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. So there are many verses in the Bible. Let us take Matthew chapter 6, where we can see that what Jesus was promoting and what we are also supposed to promote. बाइबल में से हम अनेक आयतों को देख पाएंगे, लेकिन एक ही वचन हम पढ़ना चाहते हैं। मत्ती 6 अध्याय में वहाँ हम देख सकते हैं यीशु मसीह ने किसे ऊंचा किया। മത്തായി 6-ാം അധ്യായം 24 മുതൽ വായിക്കുമ്പോൾ 2 യജമാനന്മാരെ കുറിച്ച് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക്, തൻ്റെ പ്രസംഗം കേൾക്കാൻ ഇരിക്കുന്നവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് 2 യജമാനന്മാരെ കുറിച്ച്. When we read the Gospel of Matthew chapter 6, there Jesus is trying to introduce 2 masters to his disciples and those who were listening to his gospel. मत्ती 6 उसके 24 से और हम पढ़ते वक्त हमें मालूम पड़ता है यीशु मसीह ने 2 स्वामियों के बारे में वहाँ बताया है। ആ 2 മാസ്റ്റേഴ്സ്, യേശുവിൻ്റെ മനസ്സിലുള്ള ആ 2 മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ദൈവവും മറ്റൊന്ന് മണിയുമാണ്. The 2 masters that were in the mind of Jesus was the first master was God himself and the second master was money. यीशु मसीह के मन में जो 2 स्वामियां थी, उसमें एक है परमेश्वर और दूसरा है धन। ഈ വാക്യങ്ങൾ 24 മുതൽ 33 വരെ നമ്മൾ വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് വാക്യം വായിച്ചതിന് ശേഷം നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും, യേശു ക്രിസ്തു ആരെയാണ് പ്രൊമോട്ട് ചെയ്തതെന്ന്. അപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നാൽ നിങ്ങളുടെ ചെവിക്കിട്ട് കിഴുക്കും കിട്ടും. ശ്രദ്ധിച്ചിരിക്കുക. I would like to read the Gospel of Matthew chapter 6 from 24 to 33, and there we can see the 2 masters. Having read this, I will ask you of these 2 kinds of masters that Jesus Christ is introducing. मत्ती 6 उसका 24 से 33वें आयतों को पढ़ने से हमें मालूम पड़ेगा उन 2 स्वामियों के बारे में, और उसके बाद हमें मालूम भी पड़ेगा कि यीशु मसीह में इन दोनों में से किसको ऊंचा किया। അതിൻ്റെ 6:24, 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അപ്പോ യേശുക്രിസ്തു ഇവിടെ പറയുന്നത് 2 യജമാനന്മാരെ കുറിച്ചാണ്. Verse 24 says there are 2 masters and no one can serve 2 masters. There Jesus is telling, Jesus is introducing 2 kinds of masters. 24 में लिखा है, कोई मनुष्य 2 स्वामियों की सेवा नहीं कर सकता। താഴേക്ക് എഴുതിയിരിക്കുകയാണ്, അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും, മാമോൻ എന്ന് പറയുന്നത് ഒരു മണിയുടെ പുറകിലുള്ള സ്പിരിറ്റ് ഫോഴ്സിനെയാണ്. നമുക്ക് മണി എന്ന് തന്നെ എടുക്കാം. കൂടുതൽ NIV-യിലൊക്കെ മണി എന്നാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും എളുപ്പമാണ്. നിങ്ങൾക്ക് ദൈവത്തെയും മണിയെയും സർവ് ചെയ്യുവാൻ ഒരുമിച്ച് കഴിയുകയില്ല. There it is said that no one can serve 2 masters, for either he will hate the one and love the other, or else he will hold to one and despise the other. Yeah, you cannot serve God and money. तो यहाँ पर लिखा है, क्योंकि वह एक से बैर और दूसरे से प्रेम रखेगा, और एक से मिला रहेगा, दूसरे को तुच्छ जानेगा। तो यीशु मसीह कह रहा है, हम दोनों एक समय में परमेश्वर और धन दोनों की सेवा नहीं कर सकते हैं। മാസ്റ്റേഴ്സ്, യജമാനൻ ആണ് ദാസനെ കൺട്രോൾ ചെയ്യുന്നത്, തിരിക്കുന്നത്. ഇന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ദൈവമല്ല മനുഷ്യരെ പ്രധാനമായും കൺട്രോൾ ചെയ്യുന്നത്. ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ പറ്റുന്നില്ല. പകരം മണിയാണ് മനുഷ്യനെ ഇന്ന് തിരിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. മണി നമ്മൾ എങ്ങോട്ട് തിരിക്കുന്നുവോ നമ്മൾ അങ്ങോട്ടേക്ക്
തിരിയുവാൻ ഫോഴ്സ്ഫുൾ ആണ്. It is a master who is to control the servants. Likewise, it is God who has to control us. But unfortunately, what we see, it is not God who controls us. Instead, it is money that controls us. स्वामी अपने दास का नियंत्रण करता है, तो परमेश्वर को हमें हमारे पर नियंत्रण करना चाहिए. लेकिन सच्चाई ये है कि परमेश्वर नहीं बल्कि कई बार धन हमें नियंत्रण करता है. ഇവിടെ യേശുക്രിസ്തു ചെയ്യുന്നത് നല്ല ഒരു സെയിൽസ്മാനെ പോലെ, നല്ലൊരു സെയിൽസ് പ്രൊമോട്ടറെ പോലെ യേശുക്രിസ്തു മണിയാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന ജനത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്, ദൈവം എന്നൊരു മാസ്റ്ററുണ്ട്. ആ മാസ്റ്റർക്ക് നിങ്ങൾക്കൊരാവശ്യം വരുന്നതിന് മുമ്പ് തന്നെ ആ മാസ്റ്റർ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ഗോ അഹെഡ്. Jesus Christ here, as a good sales promoter, he's speaking to the men who are controlled by money, that you have a God to control you and that God knows your need before a need comes to you. तो यीशु मसीह एक अच्छा सेल्समैन, सामान बिक्री करने वाला या सेल्स प्रमोटर के नाई बता रहा है उन लोगों से जो धन के द्वारा नियंत्रित है कि परमेश्वर जो स्वामी है वह तुम्हें तुम्हारी सारी जरूरतों को तुम्हारे बताने से पहले ही जानता है. എൻ്റെ ഒപ്പത്തിനൊപ്പം ഉണ്ടോ? മണി എന്ന മാസ്റ്ററിനാൽ തിരിയപ്പെടുന്ന ജനത്തിൻ്റെ അടുക്കൽ വന്ന് യേശു ക്രിസ്തു ദൈവം എന്നൊരു മാസ്റ്ററുണ്ട്, ആ മാസ്റ്ററാൽ നിങ്ങൾ തിരിയപ്പെടുവാൻ തക്കവണ്ണം നിങ്ങൾ ആദ്യം അതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ തക്കവണ്ണം പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രൊഡക്റ്റ് തൻ്റെ അപ്പനെ ഏൽപ്പിച്ച ആ സന്ദേശം അപ്പനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്യുകയാണ് ഈ ജനത്തിൻ്റെ ഇടയിലേക്ക്. Jesus Christ is promoting that product which was given to him by Father to the people that are controlled by money, that you have a master that is God himself who is well aware of your need. धन के द्वारा नियंत्रित किए जाने वाले लोगों से प्रभु यीशु मसीह बताता है, परमेश्वर ऐसा एक स्वामी है और तुम इस परमेश्वर के अधीन में हो जाओ. तो वह उसके बारे में यीशु मसीह अपने परमेश्वर को ऊंचा कर रहा है. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ദൈവമല്ലയോ ഞങ്ങളെ കൺട്രോൾ ചെയ്യുന്ന? ദൈവമല്ലേ? അല്ല 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 നമ്മളെ സൃഷ്ടിച്ചത് ദൈവമാണ്, നമുക്ക് ജീവനും ശ്വാസവും തന്നത് ദൈവമാണ്, ഈ ഭൂമിയുടെ ഓണർ ദൈവമാണ്. പക്ഷെ ഭൂമിയുടെ കൺട്രോൾ ഇരിക്കുന്നത് പിശാചിൻ്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് നമ്മളോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ ഭരണം ഈ ഭൂമിയിൽ വരണമേ. Perhaps you may think that is it not God who controls us, but it is not God who controls us. We are controlled by Satan on this earth. It is God who created this and who gave us life, but still we all are under the control of Satan. That is why Jesus comes to us and teaches the prayer that our Father who art in heaven, hallowed be thy name, thy kingdom come to this earth. शायद आप पूछोगे कि हम परमेश्वर के द्वारा नियंत्रित है ना, लेकिन असली परमेश्वर ने हमारी सृष्टि की है, हमारा जीवन, हमारा श्वास सब परमेश्वर से आता है. लेकिन हम ये जगत जो है, परमेश्वर सारी पृथ्वी का मालिक भी परमेश्वर है, लेकिन यह जगत शैतान के वश में है. इसलिए ही प्रभु यीशु मसीह ने जब हमें प्रार्थना सिखाया तो कहा, इस तरह से कहो कि तेरा राज्य आवे. ഇതിൻ്റെ റിസൾട്ടായിട്ടാണ് വെളിപ്പാട് പുസ്തകം 11:15 കടന്നു വരുമ്പോൾ അവിടെ പറയുന്നത്, ഏഴാമത് ദൂതൻ കാഹളമൂതുമ്പോൾ ഈ ലോകത്തിൻ്റെ രാജ്യത്വം നമ്മളുടെ കർത്താവിനും, അതായത് സ്വർഗസ്ഥ പിതാവിനും അവൻ്റെ ക്രിസ്തുവിനും ആയിത്തീരും. ഇതുവരെ ആയിട്ടില്ല, ആയിത്തീരണം. ഹല്ലേലൂയ. Revelation chapter 11 verse 15. Revelation chapter 11 verse 15 says, and if any man desire to... No.
ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ റെവലേഷൻ 11 verse 15. Okay. Revelation chapter 11 verse 15 says, "And the seventh angel sounded, and there followed great voices in heaven, and they said, The kingdom of the world is become the kingdom of our Lord and of his Christ, and he shall reign forever and ever." इसलिए ही प्रकाशित वाक्य 11 के 15 में हम देखते हैं, वहाँ लिखा है, सातवें दूत ने जब तुरी फूकी तो स्वर्ग में ऐसे बड़े शब्द होने लगे कि जगत का राज्य हमारे प्रभु और उसके मसीह का हो गया है. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആ വിഷയത്തെയാണ് യേശുക്രിസ്തു പ്രൊമോട്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മളും പ്രൊമോട്ട് ചെയ്യേണ്ടത്. So what Jesus Christ was promoting when he was on the earth, the same thing we are also supposed to promote. जिस बात को प्रभु यीशु मसीह ने प्रमोट किया, वही बात को हमें भी प्रमोट करना है. അപ്പൊ നിങ്ങൾ ചോദിക്കും, എപ്പോഴാണ് ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ഈ കൺട്രോള് പിശാചിന്റെ കയ്യിലേക്ക്, ഈ ഭൂമിയുടെ കൺട്രോൾ പിശാചിന്റെ കയ്യിലേക്ക് പോയത് എന്ന് ഒരു ചോദ്യം ഉണ്ടാകും. ദൈവം എന്ന മാസ്റ്ററുടെ കയ്യിൽ നിന്ന് ഈ കൺട്രോള് പിശാജ് എന്ന മാസ്റ്ററുടെ അല്ല എങ്കിൽ പിശാചിന്റെ കയ്യിലേക്ക്, മണിയുടെ കയ്യിലേക്ക് എങ്ങനെ ഇത് തിരിഞ്ഞു പോയി എന്നൊരു ചോദ്യം ഉണ്ടാകും. And there may arise a question from your side, how the control from God was given to the control to Satan, and how Satan began to control us instead of God. तो ऐसा सवाल उठ सकता है कि ये अधिकार परमेश्वर के पास से शैतान के पास कब गया? മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോ എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തു വാഴാൻ? ഭൂമിയെ വാഴാൻ. ആർക്കു വേണ്ടി? ദൈവത്തിന് വേണ്ടി. അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടി ഭൂമിയെ വാഴാനാണ്. So man was created by God, that man for God ruled this earth. तो परमेश्वर ने इंसान का सृष्टि क्यों किया था? इसलिए किया कि पृथ्वी का राज्य करे परमेश्वर के लिए. ആ സമയത്ത് ഭൂമിയുടെ കൺട്രോള് ദൈവത്തിന്റെ കയ്യിലാണ്. മനുഷ്യനിലൂടെ ദൈവം ഭൂമിയെ കൺട്രോൾ ചെയ്യുകയാണ്. എന്താ തെളിവെന്ന് ചോദിച്ചാൽ, ദൈവം ഇതാ മനുഷ്യനെ സൃഷ്ടിച്ച് സകല ജീവികളെയും മനുഷ്യന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവയ്ക്ക് പേരിടാൻ ഇതാ മനുഷ്യനിട്ടതൊക്കെ അവയ്ക്ക് പേരായി. ഭൂമിയുടെ കൺട്രോൾ ദൈവത്തിന്റെ കയ്യിലാണ്, മനുഷ്യനിലൂടെ ആയിരുന്നു. The control of God was given to man by God. It was so in the early time. For example, God himself brought all those creations that he created in front of men and asked men to name each creation, which means God gave the authority to man. तो सर्वाधिकार परमेश्वर के पास में ही है, लेकिन मनुष्य के द्वारा परमेश्वर इस धरती पर शासन करता. तो ये हम देखते हैं, परमेश्वर ने उस मनुष्य के सामने सारे जीव जंतुओं को खड़ा किया और जो नाम उसने उसको रखा वही उसका नाम बना. നിങ്ങൾ ശ്രദ്ധിക്കുക, ഭൂമി, മനുഷ്യൻ, ദൈവം. ദൈവം മനുഷ്യനിലൂടെ ഭൂമിയെ വാഴുന്നു. എന്നാൽ നിങ്ങൾ ചിന്തിക്കുക, ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അറ്റുപോയാൽ ദൈവം ഈ മനുഷ്യനിലൂടെ എങ്ങനെ ഭൂമിയെ വാഴും? So God reigns through man this earth, and if the connection of man is lost with God, how can God rule this earth through man? तो परमेश्वर इंसान के द्वारा पृथ्वी पर शासन करना चाहता था, लेकिन इंसान जो परमेश्वर से बिगड़ गया, तो ये कैसे हो सकता है? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ വെച്ചാണ് മനുഷ്യന്റെ മേലുള്ള ദൈവത്തിന്റെ കൺട്രോള് മാറ്റപ്പെട്ട് മനുഷ്യൻ ആ കൺട്രോള് പിശാചിലേക്ക് മാറുകയാണ്. പിശാച് അത് സാവധാനം അത് തന്നെ മറച്ചുകൊണ്ട് മണിയിലേക്ക് മാറ്റി. It is in Genesis 3 that the control that was given to man to rule the earth by God was handed over to Satan.
हम उत्पत्ति 3 अध्याय में देखते हैं कि वो अधिकार मनुष्य के हाथ से शैतान के पास तक पहुंचा। शैतान ने फिर वो धन को दे दिया। ഹല്ലേലൂയ. ഇതൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല. പക്ഷെ യേശുക്രിസ്തുവിന് അറിയാം രണ്ട് മാസ്റ്റേഴ്സ് ഉള്ളൂ. ഒന്ന് എൻ്റെ അപ്പനായ സ്വർഗസ്ഥ പിതാവാണ്, മറ്റൊന്ന് പിശാച് നിർത്തിയിരിക്കുന്ന മണിയാണ്. ഈ 2 മാസ്റ്റേഴ്സാണ് ഉള്ളത്. എന്നാൽ മനുഷ്യൻ ഉൽപ്പത്തി 3 അധ്യായത്തിൽ വീഴ്ചയ്ക്ക് ശേഷം മനുഷ്യനെ ചലിപ്പിക്കുന്നത് മാമോനാണ്. അതായത് മണിയുടെ പുറകിലുള്ള വെൽത്തിന്റെ പുറകിലുള്ള സ്പിരിറ്റ് ഫോഴ്സാണ് മനുഷ്യന്റെ മേൽ കൺട്രോൾ ചെയ്യുന്നത് അവന്റെ വിശപ്പിലൂടെ. Jesus Christ clearly knows that there are only 2 masters. One is his father and the other one is Satan, and Satan controls through his money. After the fall of man, man began to be controlled by money. प्रभु यीशु मसीह जो जानता है कि केवल 2 ही स्वामियां हैं, एक है पिता परमेश्वर, दूसरा है धन के पीछे जो आत्मा है जिसको मामोन कहते हैं। ये दोनों हैं जिसने उत्पत्ति के मनुष्य के पतन के द्वारा शासन करने लगा है. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ആ പ്രൊമോട്ടിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മണി വേണ്ടെന്നല്ല യേശു പറയുന്നത്. ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിൻ്റെ പ്രൊമോട്ടിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ദൈവമെന്ന ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന എൻ്റെ അപ്പനായ ആ മാസ്റ്റർക്ക് നിനക്ക് വേണ്ടതെല്ലാം അറിയാം. നിന്റെ ഉടയവനാണ്. ആ മാസ്റ്ററുടെ കീഴിൽ നീ വരുന്നുവെങ്കിൽ മണി തരുന്ന സകല സാധനങ്ങളും നിന്നെ ചെയ്സ് ചെയ്യുവാനിടയാകും, നിനക്ക് എത്തിച്ചേരുവാനിടയാകും. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ പ്രൊമോട്ടിംഗ് പ്രിൻസിപ്പിൾ. The promoting principle of Jesus Christ is that when we follow Father, or when we seek his kingdom and God the Father, that which we are seeking in money will begin to seek us. तो यीशु मसीह ने किस तरह से अपने पिता परमेश्वर को प्रमोट किया, ये हमें समझना है. यीशु मसीह ने ये नहीं कहा कि धन नहीं चाहिए, लेकिन ये कहा कि तुम जब मेरे पिता के पीछे हो लेंगे तो ये धन तुम्हें जो कुछ दिलाता है वह तुम्हारे पीछे आएगा. ഇതാ നമ്മൾ മണിയുടെ പുറകെ പോകുന്നു അല്ലേ? എന്തിനു വേണ്ടിയാ? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും. ഉടുക്കാനും തിന്നാനും കുടിക്കാനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ മണിയുടെ പുറകെ പോകുന്നത്. എന്നാൽ യേശുക്രിസ്തു പറയുകയാണ്, നീ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനെ അന്വേഷിക്കുക, ആ പിതാവിനോടുകൂടി ഒരുമിച്ച് ജീവിക്കുവാനുള്ള പുതിയ ഉടമ്പടി നീ അന്വേഷിക്കുക. അതോടുകൂടെ മണി നിനക്ക് പ്രദാനം ചെയ്യുന്നതെല്ലാം എൻ്റെ അപ്പൻ നിനക്ക് പ്രദാനം ചെയ്യും. We pursue money that we may drink, eat or wear, and Jesus says here that if we stop seeking money but seek his Father and his kingdom, all that the money can provide us will follow us. यीशु मसीह कहता है उन लोगों से कि तुम यदि मेरे पिता परमेश्वर के पीछे होंगे, उसके साथ में रहोगे, ताकि नए वाचा के द्वारा उसके साथ रहने के लिए तुम अगर इच्छा करोगे, उससे खोजोगे, तो ये धन तुम्हें जो कुछ दिलाता है. हम लोग सब धन के पीछे क्यों जाते हैं? हमारी जो भूख है, हमारा खाना पीना रहना, ये सब के लिए, तो ये सारी चीजें तुम्हें दी जाएगी. യേശുവിന്റെ പ്രൊമോട്ടിംഗ് മെത്തേഡ് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങൾ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. Listen carefully how Jesus is promoting. Therefore I say unto you, be not anxious for your life, what you shall eat or what you shall drink, nor yet for your body what you shall put on. Is not the life more than the food, and the body than the raiment? 25वें आयत में हम पढ़ते हैं, इसलिए मैं तुमसे कहता हूँ कि अपने प्राण के लिए यह चिंता न करना कि हम क्या खाएंगे और क्या पिएंगे, और न अपने शरीर के लिए कि क्या पहनेंगे. ശ്രദ്ധിച്ച് യേശുക്രിസ്തുവിന്റെ കമ്പാരിസൺ കണ്ടോ? അതായത്
ആഹാരത്തെക്കാൾ ജീവൻ ശ്രേഷ്ഠമാണ്. ആഹാരം തരുന്നത് നിന്റെ മണി കൊണ്ടാണ് നീ ആഹാരം മേടിക്കണം അല്ലേ? പക്ഷേ മണി കൊണ്ട് ജീവൻ മേടിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ പറഞ്ഞു. ആഹാരം മണിയാ തരുന്നെങ്കിൽ ജീവൻ തരുന്ന എൻ്റെ അപ്പനാ. 2 യജമാനന്മാർ. ഹല്ലേലൂയ. പിന്നെ അടുത്തത്, ഉടുപ്പിനേക്കാൾ ശരീരവും. ഉടുപ്പ് മണിയാ തരുന്നത് അല്ലേ? ഓക്കെ. പക്ഷെ ശരീരം തരുന്നതോ എൻ്റെ അപ്പനാ. ഓക്കെ, കമ്പാരിസൺ. ഗോ അഹെഡ്. He says life is more than food, and life cannot be given by food. Life is given by God, and body is more important than raiment, and raiment is for body, body is not for raiment. और यीशु मसीह ये भी कहता है प्राण भोजन से और शरीर वस्त्र से बढ़कर नहीं। तो यहाँ पर हमें यह समझना है कि प्राण देता है, हमें भोजन मिलता है पैसे से, धन से, लेकिन प्राण परमेश्वर से आता है। वस्त्र हम धन से पा सकते हैं, लेकिन शरीर परमेश्वर का देन है। ഹലോ, ആരെങ്കിലും ഉണ്ടോ കോമ്പീറ്റ് ചെയ്യാൻ? ഈ പ്രൊമോട്ടറോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. എനി യൂണിവേഴ്സിറ്റി, എനി ഗവൺമെന്റ്, ആർക്കെങ്കിലും ജീവന് ശരീരം കൊടുക്കാൻ പറ്റുമോ? യേശുവിൻ്റെ പ്രൊമോഷനാണ്. എൻ്റെ അപ്പനാ അതൊക്കെ തരുന്നേ. നിങ്ങളുടെ മണി കൊണ്ട് ഉടുപ്പ് മേടിക്കാം. ബിരിയാണി, ചാപ്പാട്, ഒരു നേരത്തെ ചാപ്പാട് കൊണ്ട് വരുമ്പോൾ അത് കഴിക്കാൻ ശരീരം ഉണ്ടെങ്കിലല്ലേ? അത് കഴിക്കാൻ ശരീരം ഉണ്ടെങ്കിലല്ലേ എൻ്റെ അപ്പനാ നിങ്ങൾക്ക് ജീവനും ശരീരവും തരുന്നേ. ഹല്ലേലൂയ. 2 യജമാനന്മാരാ. അവരോരോരുത്തരും തരുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. Go ahead, go ahead. Jesus says, it is my Father that gives you life and body. देखिए प्रभु यीशु मसीह किस तरह से प्रमोट कर रहा है। यीशु मसीह के साथ में उसके सामने कोई खड़ा नहीं हो सकता है, क्योंकि वो कहता है कि वस्त्र, शरीर और प्राण मेरा पिता ही दिला सकते हैं। हम भोजन वस्तु खरीद सकते हैं, बिरयानी खरीद सकते हैं, लेकिन वो खाने के लिए शरीर की जो ज़रूरत है वो मेरा पिता ही दे सकता है, पूरा कर सकता है। ഇനി പ്രൊമോട്ടർ തൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ശരീരവും ജീവനും ഒക്കെയാണ് പറഞ്ഞു തന്നത്, ഉടുപ്പും ഭക്ഷണവും ഒക്കെയാണ് പറഞ്ഞത്. ഇനി നേരെ ആകാശത്തിലേക്ക് നോക്കിയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പോവാണ്. ആകാശത്തിലേക്ക് നോക്കിയിട്ട് പ്രൊമോട്ട് ചെയ്യണത് എങ്ങനെയാണ്? ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ. അപ്പം നമ്മളങ്ങോട്ട് നോക്കണം. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വയ്ക്കുന്നതും ഇല്ല. എങ്കിലും പ്രൊമോട്ട് ചെയ്യുന്ന രീതി നോക്കിയോ? എങ്കിലും നിങ്ങളുടെ അപ്പൻ. ഇവൻ യേശു തൻ്റെ അപ്പൻ എന്ന് കൂടി പറയണില്ല, യേശുവിൻ്റെ അപ്പൻ ആണെങ്കിൽ പോലും. എന്നിട്ട് യേശു പറയാണ്, എങ്കിലും നിങ്ങളുടെ അപ്പൻ അവയെ പോറ്റുന്നു. അപ്പൊ നിങ്ങളുടെ അപ്പൻ ആരെ പോറ്റുന്നേ? അവയെ പോറ്റുന്നു. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ സങ്കല്പിച്ചേ, ഒരു കൊച്ചു കുഞ്ഞ് നിന്ന് കരയുകയാണ് വീട്ടില്. കരയുന്നതിൻ്റെ ഉദ്ദേശം, മമ്മി ഇന്ന് എനിക്ക് പാല് തരുമോ എന്ന് പറഞ്ഞാൽ കരയണേ. അപ്പോൾ ഇതാ അവിടെ കണ്ടു നിൽക്കുന്ന മൂത്ത പൈതല് പറയാണ്, നോക്കിയേ, കക്കൊക്കെ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കോഴിക്ക് ആരാ ഫുഡ് കൊടുത്തേ? മോളെ നിന്റെ മമ്മി അല്ലെങ്കിൽ നിന്റെ അപ്പൻ അല്ലേ? ഇതാ അവിടെ ആ പശുവിന് ആരാ വൈക്കലിട്ട് കൊടുത്തേ? നിന്റെ മമ്മി അല്ലെങ്കിൽ നിന്റെ അപ്പൻ. അങ്ങനെ നിന്റെ മമ്മി അല്ലെങ്കിൽ നിന്റെ അപ്പൻ ഈ കൊക്കോ പറയുന്ന കോഴിക്കും ഇതാ അവിടെ കിടന്ന തൊഴുത്തിലിരിക്കുന്ന പശുവിനും പുല്ല് കൊടുക്കുന്നുവെങ്കിൽ, ഭക്ഷണം കൊടുക്കുന്നുവെങ്കിൽ നിനക്ക് എത്ര അധികമായിട്ട് തരും എന്നാ യേശു ചോദിക്കണേ. ആ പ്രൊമോട്ടറുടെ രീതി കണ്ടോ? Jesus here is changing his promoting strategy. Now he asks us to look at the birds of the heaven, that they sow not, neither do they reap, nor gather into barns, and your heavenly Father feed them. Are not ye of much more value than they? फिर प्रभु यीशु मसीह कहता है, आकाश के पक्षियों को देखो, वे न तो बोते हैं, न काटते हैं और न खतों में बटोरते हैं, फिर भी तुम्हारा स्वर्गीय पिता उनको खिलाता है। क्या तुम उनसे अधिक मूल्य नहीं रखते? यीशु मसीह उन्हें समझाता है कि अगर जैसे छोटा बच्चा रोता है कि क्या मुझे आज दूध मिलेगा कि नहीं, तो उस बच्चे का बड़ा भाई या बहन होगा तो वो कहता है उससे कि देख
मुर्गी को बाहर मुर्गा है तो उस मुर्गी को आज किसने दाना दिया, या गाय है तो गौशाला में उसको किसने भूसा दिया, तेरे माता या पिता ने दिया तो तुझे कितना अधिक क्यों नहीं देगा। इसी प्रकार यीशु उन्हें बता रहा है। വിചാരപ്പെടുന്ന നിന്നോടാണ് യേശുക്രിസ്തു പറയുന്നത്. യേശുക്രിസ്തുവിന്റെ പ്രമോഷൻ ശ്രദ്ധിച്ചോ? വിചാരപ്പെടുന്ന ആങ്ഷ്യസ് ആകുന്ന നിന്നോടാണ് യേശു പറയുന്നത്. വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴുവൻ കൂട്ടുവാൻ നിങ്ങൾക്ക് ആർക്ക് കഴിയും? ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്തിനാ? യേശു ചോദിക്കുക. Jesus is asking us who are anxious that why you're anxious of your raiment. यीशु मसीह कहता है तुम ऐसे बातों के लिए चिंतित क्यों होते हो? चिंता करने से तुम्हें कोई लाभ नहीं हो सकता है। ഇനി അടുത്തത് യേശു ആകാശത്തിലേക്കല്ല പോണേ, അവിടെയുള്ള കണ്ടത്തിലേക്കാ പോണേ, വയലിലേക്കാ പോണേ. എന്നിട്ട് പറയാണ്, ദേ കണ്ടോ ഒരു താമര, ദേ കണ്ടോ ഒരു താമര. ഇതുപോലൊരു താമര ഉണ്ടാക്കാൻ നിനക്ക് പറ്റുമോ? പറ്റൂലല്ലോ. ആ താമര ഉണ്ടാക്കിയത് എൻ്റെ ഡാഡിയാ, എൻ്റെ അപ്പനാ. ആ താമരയെ കുറിച്ച് പറയാണ്, അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതും ഇല്ല. പിന്നെ അതിൻ്റെ ഭംഗിയെക്കുറിച്ച് പറയുമ്പോൾ എന്നിട്ട് പറയാണ്, എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല. ഇവയൊക്കെ ഉടുപ്പിച്ചത് എൻ്റെ പപ്പയാ. നിന്റെ എത്ര ശ്രേഷ്ഠമായി എൻ്റെ അപ്പ, നിന്റെ എൻ്റെ അല്ല, എൻ്റെ എന്നല്ല യേശു പറഞ്ഞേ, നിങ്ങളുടെ അപ്പൻ എത്ര ശ്രേഷ്ഠമായി നിങ്ങളെ ചമയിക്കും. Now Jesus is asking us to look at the lily in the field. Consider the lilies of the field, how they grow, they toil not, neither do they spin. Yet I say unto you that even Solomon in all his glory was not arrayed like one of these. फिर यीशु मसीह कहता है, मैदान के शोषणों को देखो, जंगली शोषण पर ध्यान करो कि वे कैसे बढ़ते हैं। वे न तो परिश्रम करते हैं न काटते हैं। तो अभी मैं तुमसे कहता हूँ कि सुलेमान भी अपने सारे वैभव में उनसे किसी के समान वस्त्र न पहने हुए था। ഹല്ലേലൂയ. ഇതാ ഇവിടെ നമ്മൾ ഇത് യേശുക്രിസ്തുവിന്റെ ആ പ്രമോഷൻ മെത്തേഡാണ്. എന്നിട്ട് പറയാണ്, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ ഈ പുല്ലിനെ, ഈ താമരയെ ദൈവം ഇത്രത്തോളം ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികമായി ചമയിക്കണം. കാരണം നിങ്ങൾ ഇന്നുണ്ടായിട്ട് നാളെ കളയേണ്ടതല്ല, ഇന്ന് പരീക്ഷിക്കപ്പെട്ടിട്ട് നാളെ നിത്യമായി ഉപയോഗിക്കേണ്ടതാ. But if God doth so clothe the grass of the field, which today is and tomorrow is cast into the oven, shall he not much more clothe you, O you of little faith? फिर यीशु मसीह कहता उनसे, इसलिए जब परमेश्वर मैदान की घास को जो आज है और कल भाड़ में झोंकी जाएगी ऐसा वस्त्र पहनाता है, तो हे अल्पविश्वासियों, तुमको वह इनसे बढ़कर क्यों न पहनाएगा। क्योंकि हमें आज रहकर और कल नाश नहीं होना है। आज परीक्षा होकर कल हमें हमेशा के लिए परमेश्वर के साथ में रखना है। മക്കളെ ഒപ്പത്തിനൊപ്പം ഉണ്ടോ? ആ താമര അല്ലെങ്കിൽ പുല്ല് അത് എത്ര മനോഹരമായാലും ഇന്ന് മുളച്ചു വന്ന് നിനക്ക് കണ്ണിന് കൗതുകവും ഇതാ എല്ലാ ഭൂമിക്കും ഭംഗിയും ഒക്കെ കൊടുത്തിട്ട് നാളെ അത് തീരിട്ട് ചുട്ടുകളയേണ്ടതാണ്. പക്ഷെ നിന്നെ അങ്ങനെയല്ല. നിന്നെ ഇവിടെ ഒന്ന് പരിശോധിച്ച് നീ അല്പത്തിൽ വിശ്വസ്തനായാൽ നിന്നെ അധികത്തിന് വിചാരകനാക്കി നിത്യം ഉപയോഗിക്കേണ്ടതാണ്. നിന്നെ മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഇതാ യേശു പറയുന്നതിന്റെ സാരം. വാട്ട് എ ഗ്രേറ്റ് പ്രൊമോട്ടർ. Look at the lily in the field that blooms today and that gives beauty and to your eye, and tomorrow it fades. But you are not so. You are greater than the lily, that if you are with God, how much more he will adorn you, that more than that he adorned the lily in the field. तो शोषण और घास के समान जो आज है और सुहावना लगता है, लेकिन कल आग में झोंका जाएगा, उन्हें परमेश्वर संवारता है। तो हमें जो हमेशा के लिए परमेश्वर के साथ रखना है, तो हमारी ये परीक्षा के समय के बाद तो परमेश्वर कितना अधिक हमारे लिए परमेश्वर संवारेगा। തുടർന്ന് യേശുക്രിസ്തുവിന്റെ 31-ാമത്തെ വാക്യത്തിൽ പറയാണ്, ആകയാൽ പണത്താൽ ലഭ്യമാകുന്ന, ഞാൻ കൂട്ടിച്ചേർത്താണേ,
എന്തു തിന്നും എന്തു കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ആങ്ഷ്യസ് ആകരുത്, ചിന്തിക്കരുതെന്നല്ല, ആങ്ഷ്യസ് ആകരുത്. ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. കമ്പയർ ചെയ്യാണ്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്. ഇവൻ യേശുവിന്റെ പിതാവെന്നും കൂടി അല്ല പറയണേ, ആണെങ്കിൽ പോലും സ്വർഗസ്ഥനായ, എന്തിനത് പറയണേ? നിങ്ങൾക്കൊരപ്പനുണ്ടെന്ന്, പ്രതിത്വം നൽകിയവനുണ്ടെന്ന്, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവനുണ്ടെന്ന്, നിങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നവനുണ്ടെന്ന്. ഹല്ലേലൂയ. എങ്കിലും നിങ്ങളുടെ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. Verse 31 says, "Be not therefore anxious, saying, what shall we eat, or what shall we drink, or whatever shall we be clothed? For after all these things do the Gentiles seek. For your heavenly Father knoweth that ye have need of all these things." इसलिए 31वें आयत में लिखा है, इसलिए तुम चिंता करके या न कहना, यानी कि तुम व्याकुल न होना कि हम क्या खाएंगे, क्या पिएंगे, क्या पहनेंगे, क्योंकि तुम्हारा पिता इन वस्तुओं के बारे में बहुत जानता है. ഇതുകൊണ്ടാണ് കഴിഞ്ഞ സന്ദേശത്ത് നിങ്ങളോട് പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? അത് റെക്കോർഡായിട്ടില്ലെന്നോ, അതൊന്നുകൂടി പറയണേ. നിങ്ങളുടെ ചെറുവിരലിലെ നഖം വെട്ടിയത് ചെറുവിരലാണോ അതോ തല ഇത് അറിഞ്ഞിട്ട് മറ്റ് കൈയോട് വിരലോട് ഓർഡർ കൊടുത്ത് വെട്ടിപ്പിച്ചതാണോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ചെറുവിരൽ കരഞ്ഞിട്ടാണോ ചെറുവിരലെ നഖം വെട്ടിയത്, അതോ നിങ്ങളുടെ തല ഇത് അറിഞ്ഞിട്ട് തല മറ്റ് കൈയോട് കൽപ്പന കൊടുത്ത് വെട്ടടാന്ന് അങ്ങനെ വെട്ടിച്ചതാണോ? ഒന്ന് ചിന്തിച്ചു നോക്കി. Just think that if the nail in your finger is cut, is it the finger that cuts the nail away, or the head that intimated the finger to cut the nail, or the head ask you to cut the nail from the finger? पिछले बार हमने बताई हुई उदाहरण को हम याद कर सकते हैं. जब हमारी अंगुली की नाखून को काटना है तो क्या वो अंगुली वहाँ पर आवाज़ करती है, या सिर इस बात को समझकर दूसरे हाथ को आदेश देकर उस नाखून को कटाता है? യേശു കൺക്ലൂഡ് ചെയ്യാണ്, തൻ്റെ പ്രൊമോഷൻ കൺക്ലൂഡ് ചെയ്യാണ്. അതുകൊണ്ട് പറയാണ്, മുമ്പേ അവൻ്റെ രാജ്യവും, ഏത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മാസ്റ്ററുടെ രാജ്യം, അതാരാണ്? സ്വർഗസ്ഥനായ നിങ്ങളുടെ എൻ്റെ പിതാവിൻ്റെ രാജ്യവും അവിടുത്തെ നിയമങ്ങളും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ പണം നിനക്ക് തരുന്ന എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും അതും കൂടെ ചേർത്ത് നൽകപ്പെടും. Jesus is continuing in promoting his product here. He says that, but seek ye first his kingdom and his righteousness, and all these things shall be added unto you. इसलिए प्रभु यीशु मसीह अपना प्रमोशन का समाप्ति में ऐसा कहता है, इसलिए पहले तुम परमेश्वर के राज्य और उसके नियमों यानी कि उसके धर्म की खोज करो, तो ये सब वस्तुएं जो कि धन से हमें प्राप्ति होती है तुम्हें मिल जाएंगी. ഇനി ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് വരികയാണ്. ഞാൻ പറഞ്ഞിരുന്നു ചോദിക്കുന്നു, ഇത്രയേ വാക്യങ്ങൾ വായിച്ചിട്ട് യേശു ക്രിസ്തു ഇവിടെ ഏത് യജമാനനെയാണ്, ആരെയാണ് യേശു ക്രിസ്തു ഇവിടെ പ്രൊമോട്ട് ചെയ്തത്? പറ. തൻ്റെ അപ്പനായ സ്വർഗസ്ഥ പിതാവെന്ന യജമാനനെയാണ് യേശു ക്രിസ്തു ഇവിടെ പ്രൊമോട്ട് ചെയ്തത്. എന്നിട്ട് പറയാണ്, ആ യജമാനന്റെ കീഴിൽ നീ ആയിരിപ്പേൻ, അതാണ് ദൈവരാജ്യം. മുമ്പേ ദൈവരാജ്യം അന്വേഷിപ്പേൻ, അതോടുകൂടെ മണിയാൽ ലഭ്യമാകുന്ന എന്തു തിന്നും എന്തു കുടിക്കും എന്തുടുക്കും അത് നിനക്ക് വന്നു ചേരും. ഹല്ലേലൂയ. In all these verses, Jesus Christ was trying to promote his product. And let me ask you, which was that product that you came to know that his product was his Father and his kingdom? And the master that he was introducing as his own Father, that he says that first we seek his kingdom and his righteousness, then that the money, what the money can give us, will start following us.
इसलिए यीशु मसीह कहता है कि तुम मेरे पिता के राज्य को खोजो, तुम परमेश्वर के राज्य को खोजो, तो उसके साथ साथ जो कुछ पैसों से, धन से जो मिलता है वो तुम्हें दिया जाएगा. ഹല്ലേലൂയ. അപ്പൊ നമ്മളും ആരെ പ്രൊമോട്ട് ചെയ്യണവരായിരിക്കണം? യേശുവെ അറിയിച്ച് യേശു ആരെ പ്രൊമോട്ട് ചെയ്തുവോ ആ വ്യക്തിത്വത്തിൽ നമ്മളും പ്രൊമോട്ട് ചെയ്യണം. ഹല്ലേലൂയ. യേശു ഏത് കിങ്ഡം പ്രൊമോട്ട് ചെയ്തുവോ ആ ദൈവത്തിന്റെ കിങ്ഡം നമ്മളും പ്രൊമോട്ട് ചെയ്യണം, യേശുവെ പോലെ. Just as Jesus promoted the kingdom and his father, we are also supposed to let Jesus known as well as his father's kingdom and father. तो जिस प्रकार प्रभु यीशु मसीह ने अपने पिता परमेश्वर को ऊंचा किया या प्रमोट किया, हमें भी उसी तरह से होना है. परमेश्वर और उसके राज्य को प्रमोट करना है. ഇതിനെ തെളിയിക്കുന്ന ഒരു വചനം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? പെട്ടെന്ന് സമയം പോകാൻ പോവാ. ഇല്ല, ഞാൻ നിങ്ങളെ സഹായിക്കാം. 1 പത്രോസ് 2:9. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളോ, ആര്? യേശുവിനെ കുറിച്ചല്ല, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ, അതാണ് സ്വർഗസ്ഥ പിതാവ്. ആരിലൂടെ വിളിച്ചു? ക്രിസ്തുവിലൂടെ വിളിച്ചു. അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. യേശു എങ്ങനെ ഘോഷിച്ചേ? സൽഗുണങ്ങളെ. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവിനെ അറിയാ. കണ്ടോ, സൽഗുണങ്ങളെ ഘോഷിക്കണം. കണ്ടോ? ഹല്ലേലൂയ. ഇതാ വയലിലെ താമരയെ നോക്കുവേ, എത്രമാത്രം ചന്തമായ ചമയിച്ചിരിക്കണേ. ആര്? നിങ്ങളുടെ പിതാവ്. ഹല്ലേലൂയ. ആകാശത്തിലെ പക്ഷികളെ നോക്കുവേ. ഹല്ലേലൂയ. ഇവയ്ക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് ആരാ? അവയുടെ പിതാവ് എന്നല്ല പറഞ്ഞ, നിങ്ങളുടെ പിതാവ്. ഇതാ പ്രൊമോട്ട് ചെയ്യണുണ്ടോ? സൽഗുണങ്ങളെ അറിയിക്കുന്നത് കണ്ടോ? സൽഗുണങ്ങളെ ഘോഷിക്കാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും ദൈവത്തിന്റെ സ്വന്തം ജനവും. There is one more verse as an evidence of what Jesus Christ was promoting. 1 Peter chapter 9. 2 verse 9. 1 Peter chapter 2 verse 9. But ye are an elect race, a royal priesthood, a holy nation, a people of God's own possession, that ye may show forth the excellencies of him who called you out of darkness into his marvelous light. जो हमने बताया उससे जुड़कर एक वचन है 1 पत्रस 2 उसका 9. पर तुम एक चुना हुआ वंश और राज पधारी याजकों का समाज और पवित्र लोग और परमेश्वर के निज प्रजा हो, इसलिए कि जिसने तुम्हें अंधकार में से अपनी अद्भुत ज्योति में बुलाया है उसके गुण प्रकट करो. तो यीशु मसीह ने यही किया, अपने पिता परमेश्वर की तारीफ की, प्रशंसा की कि जिस तरह वह शोषण और घास ये सब को संवारता है, तो तुम्हारा पिता तुम्हें कितना अधिक करेगा. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചത് സ്വർഗസ്ഥ പിതാവാണെന്ന്, ക്രിസ്തുവിലൂടെയാണ് വിളിച്ചതെന്ന് ഒരു വാക്യം കൂടി വായിച്ച് പ്രാർത്ഥിക്കാം. 2 ഫിലിപ്പിയ ലേഖനം 3:14 പൗലോസ് പറയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി. ആരാ വിളിച്ചേ? ക്രിസ്തു യേശുവിനാ വിളിച്ചേ, ക്രിസ്തുവിലൂടെയാ വിളിച്ചേ. ആരാ വിളിച്ചേ? സ്വർഗസ്ഥ പിതാവാ വിളിച്ചേ. ദൈവത്തിന്റെ പരമവിളിയുടെ ഒരു സമ്മാനമുണ്ട്, വിരുദ്ധനായി ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. There is one more verse I want to quote from the Bible, that you may know that it is God the Father who called us through Jesus Christ. In Philippians chapter 3 verse 14 says, I press on toward the goal under the prize of the high calling of God in Christ Jesus. और इससे जुड़ा हुआ हमें हमारे बुलाहट को बताने वाले एक और वाक्य पढ़कर हम समाप्त करना चाहते हैं. फिलिपियों 3 उसका 13 और 14 हिंदी में, जिसमें लिखा है, मैं पिछली बातों को छोड़कर आगे की बातों की ओर बढ़ता हूँ, निशाने की ओर चला जाता हूँ, ताकि वह इनाम पाऊँ जिसके लिए परमेश्वर ने मसीह यीशु में ऊपर बुलाया है. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെ പോലെ സ്വർഗീയ പിതാവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ നല്ല പ്രൊമോട്ടേഴ്സായി മാറാം. ഈ ലോകം
ക്രിസ്തുവിനെ കൊണ്ട് സ്വർഗസ്ഥ പിതാവിനെ ഒഴിവാക്കുമ്പോൾ നമുക്ക് ഒറിജിനൽ ക്രിസ്തു എന്താണോ ചെയ്തത് അതേപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മളുടെ വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ ഒക്കെ സ്വർഗസ്ഥ പിതാവിനെ ക്രിസ്തു എങ്ങനെ പ്രൊമോട്ട് ചെയ്തു അതേപോലെ, ക്രിസ്തു എങ്ങനെ വെളിപ്പെടുത്തിയോ അതേപോലെ നമുക്കും വെളിപ്പെടുത്താം. Let us therefore, my dear brethren, as Jesus Christ revealed his Father, let us also, as Jesus promoted Father, promote Father. आइए, इसीलिए हम यीशु मसीह ने सच्चाई में जिस तरह से पिता परमेश्वर को प्रकट किया, आजकल के हम देखते हैं वैसे नहीं, ये पिता परमेश्वर को दूर कर रहे हैं यीशु मसीह के द्वारा, लेकिन हम यीशु मसीह के समान हम पिता परमेश्वर को हमारी बोली से, हमारे चाल चलन से प्रकट करें. നമുക്ക് കള്ളക്രിസ്തു സ്വർഗീയ പിതാവിനെ മറയ്ക്കുന്നത് പോലെ മറയ്ക്കാതെ ഒറിജിനൽ ക്രിസ്തു സ്വർഗീയ പിതാവിനെ വെളിപ്പെടുത്തുന്നത് പോലെ നമുക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് യേശു ക്രിസ്തുവിനെ പോലെ ദൈവത്തെ, സ്വർഗീയ പിതാവിനെ പ്രൊമോട്ട് ചെയ്യുന്ന ശക്തമേറിയ പ്രൊമോട്ടേഴ്സായി ഈ ഭൂമിയിൽ വിളങ്ങാം. ദൈവം അതിനായി നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. Let us be as the original Christ reveals his Father. Let us also promote our Father, and let us pray for that. झूठे मसीहों के समान पिता परमेश्वर को छिपाने वाले नहीं, लेकिन प्रभु यीशु मसीह के समान सच्चाई में जिसने पिता परमेश्वर को ऊंचा किया, हम भी वैसे ही बने. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ്, എല്ലാ കണ്ണുകളും അടയട്ടെ. മോനെ മോളെ, യേശു ക്രിസ്തു പ്രൊമോട്ട് ചെയ്യുന്ന, നമുക്ക് വെളിപ്പെടുത്തി തന്ന സർവപ്രപഞ്ചത്തിൻ്റെ യജമാനനായ സ്വർഗസ്ഥ പിതാവ്, നമുക്ക് വേണ്ടത് എന്തെന്ന ആവശ്യം നമുക്ക് വരുന്നതിന് മുമ്പേ തന്നെ അറിയുന്ന നമ്മളുടെ തലയായ, ആത്യന്തികമായി നമ്മുടെ തലയായ സ്വർഗസ്ഥ പിതാവ്, ക്രിസ്തുവിൽ ആ സ്വർഗസ്ഥ പിതാവുമായി ഒന്നായിത്തീരുവാനുള്ള ആ പുതിയ ഉടമ്പടി, ആ ഉടമ്പടിയിൽ ഓരോ നിമിഷവും ക്രിസ്തു ആ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ ആ പിതാവിൻ്റെ സ്നേഹത്താൽ നിറയപ്പെടുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഈ ശബ്ദ കാഴ്ച പരിധിയിലുള്ള ഏവരും യേശുക്രിസ്തു വെളിപ്പെടുത്തുന്ന ആ പിതാവിങ്കിലേക്ക് നിങ്ങളുടെ ഹൃദയം തിരിയട്ടെ. മണി ഈ ഭൂമിയിൽ പ്രവർത്തിപ്പാൻ ആവശ്യമാണ്, എന്നാൽ അതിനേക്കാൾ വലിയവൻ, വലിയൊരു യജമാനൻ നമുക്ക് സ്വർഗത്തിലുണ്ട്, നമ്മുടെ അപ്പൻ. ആ അപ്പൻ്റെ കയ്യിലേക്ക് ഈ ഭൂമിയുടെ ഭരണം മാറുവാൻ ആദ്യം നമ്മുടെ ഭരണം അപ്പൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാം. ക്രിസ്തുവെ അനുസരിച്ചുകൊണ്ട്, ക്രിസ്തുവെ അനുഗമിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക്. ഈ കാലം അത്രയും ഞാൻ എൻ്റെ സ്വന്തം രാജ്യത്തിന് വേണ്ടി ഓടി, പണത്തിന് വേണ്ടി ഓടി. എന്നാൽ ഈ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമേറിയ പ്രൊമോട്ടറായ യേശു ക്രിസ്തു തൻ്റെ അപ്പൻ്റെ സൽഗുണങ്ങളെ നമ്മളോട് അറിയിക്കുമ്പോൾ അതൊരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു പ്രൊമോഷൻ പോലെയല്ല, നീതിയിൽ മനുഷ്യരാരും കാണാത്ത തേജസ്സിൽ വസിക്കുന്ന ആ നല്ലവനായ സ്വർഗസ്ഥ പിതാവിൻ്റെ സൽഗുണങ്ങളെയാണ് യേശു ക്രിസ്തു നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടിയത്. ഇനി എന്തിനു സംശയിക്കണം? യേശുവെ അനുഗമിച്ച് അപ്പനുമായി നമുക്ക് ഒന്നാകാം, ഒരു കുടുംബമായി തീരാം.
ഇന്നുള്ളതും നാളെ തീയിലിട്ട് ചുട്ടുകളയുന്നതുമായ താമരയോ വയലിലെ പുല്ലോ പക്ഷിയോ അല്ല നാം. നാളെ ദൈവത്തിന്റെ നിത്യോപയോഗത്തിനുള്ള ദൈവത്തിന്റെ മക്കളാ. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം ഉഴപ്പി മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ അവരുടെ പുറകെ ഓടാതെ ക്രിസ്തുവിൻ്റെ പുറകെ നമുക്ക് യാത്രയാകാം. കൃപ കൃപ എന്ന ആർപ്പ് വിളിയോടെ ക്രിസ്തുവിൻ പിന്നാലെ യാത്രയാകാം. സ്വർഗസ്ഥ പിതാവേ, തീരുമാനമെടുത്ത മക്കൾക്കായി സ്തോത്രം. ഇവരെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യവും തേജസ് കുഞ്ഞുങ്ങളോട് കൂട്ടായിരിക്കണേ. അങ്ങയുടെ വാഗ്ദത്ത പ്രകാരം അങ്ങേ അന്വേഷിക്കുന്നവർക്ക്, അങ്ങയുടെ നീതി അന്വേഷിക്കുന്നവർക്ക്, അങ്ങേക്ക് കീഴടങ്ങുന്നവർക്ക് എന്താണോ ആവശ്യം അത് അവരെ തേടി ചെല്ലുന്നതാകയാൽ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഒരു അനുഗ്രഹമായി തീരട്ടെ. അവരുടെ സകല ആവശ്യങ്ങളും അങ്ങയുടെ വചനപ്രകാരം അങ്ങ് പൂർത്തീകരിച്ചതാകയാൽ നന്ദിയോടെ സ്തോത്രം. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ അടിപ്പിണരാലുള്ള സൗഖ്യം പിതാവ് തന്നിരിക്കുകയാൽ അടിപ്പിണരാൽ ഇപ്പോ സൗഖ്യം പ്രാപിക്കാം. പരിപൂർണ സൗഖ്യം. ഇപ്പോൾ മാത്രമല്ല, ഈ ശബ്ദം എപ്പോഴൊക്കെ ഓൺലൈനിലൂടെ MP3 ഒക്കെ ജനം കേൾക്കുമ്പോൾ ഈ ദൈവശക്തി, ഈ ദൈവ സാന്നിധ്യം, ഈ സൗഖ്യശക്തി അവർ വ്യാപരിക്കട്ടെ. ഒരു അനുഗ്രഹമായി തീരട്ടെ. എല്ലാ മേഖലകളിലും ദൈവസമാധാനം നിങ്ങളെ വാഴട്ടെ. സർവ്വ മേഖലയിലും നിങ്ങളൊരു അനുഗ്രഹമായി തീരട്ടെ. സർവ്വമഹത്വ സ്വർഗസ്ഥ പിതാവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു അപ്പാ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു. ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. കൂട്ടായിരിക്കട്ടെ.